ഹായ് ഓൾ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് ഒരു തീയലാണ്. കൂർക്കയും ചുവന്നുള്ളിയും ചേർത്ത് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിലേക്ക് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കൂർക്കയൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കിലോ കൂർക്കയാണ് എടുത്തിരിക്കുന്നത്. അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് 3-4 പ്രാവശ്യം കഴുകിയെടുത്തതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർക്കാം. കൂർക്ക മൂടിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചാൽ മതി. മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് കുക്കർ അടച്ച് വേവിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ വേവിക്കാം. അപ്പോൾ കൂർക്ക വേകുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതായത് ഒരു തേങ്ങയുടെ പകുതി. അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 4-5 ചുവന്നുള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ തേങ്ങയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങി. തേങ്ങ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇന്ന് വെളിച്ചെണ്ണയൊന്നും ചേർക്കാതെയാണ് തേങ്ങ വറുത്തെടുക്കുന്നത്. അപ്പോൾ തേങ്ങ തീയിലേക്ക് ചിരകിയെടുക്കുമ്പോൾ എല്ലാം ഒരേ വലിപ്പത്തിൽ വേണം ചിരകിയെടുക്കാൻ. ഒരുപാട് ബലം കൊടുക്കാതെ നല്ല പൊടിയായിട്ട് ചിരകിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ കുറച്ചുകൂടെ കളർ മാറി. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ആയിക്കൊള്ളും. അപ്പോൾ കണ്ടിന്യൂസ് ഇളക്കമൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ചിരകിയെടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ ഫ്രൈ ചെയ്താലും മതി. ഇപ്പോൾ ഇതാ തേങ്ങ നന്നായിട്ട് മൂത്തു. ചുവന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയാണ്. ഞാൻ 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത്. അപ്പോൾ പൊടികൾ ചേർത്ത ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യാം. ആ തേങ്ങയുടെ ചൂടുകൊണ്ട് തന്നെ അത് ബാക്കി നന്നായിട്ട് മൂത്ത് വന്നോളൂ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറിന് പകരം നല്ല മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി. അത് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാനൊരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. ഈ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിനുശേഷം നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. 1-2 തണ്ട് കറിവേപ്പിലയും ആ കൂടെ തന്നെ ചുവന്നുള്ളിയാണ് ചേർക്കുന്നത്. കൂർക്കയുടെ അതേ അളവിൽ തന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് സവോള വേണമെങ്കിലും ചേർക്കാം, പക്ഷേ സവോള ചേർക്കുമ്പോൾ ഒരു മധുരം വരും. മാത്രമല്ല ചുവന്നുള്ളിയുടെ അത്രയും ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ചുവന്നുള്ളി ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനിയിട്ട് സമയമില്ല എങ്കിൽ മാത്രം പകരം സവോള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കളർ മാറുമൊന്നും വേണ്ട, ഒന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് കൂർക്ക വേവിച്ചത്. അപ്പോൾ അത് നോക്കിയിട്ട് ഇതിപ്പോൾ ചുവന്നുള്ളിയിലേക്ക് മാത്രമുള്ള ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളി പെട്ടെന്ന് തന്നെ വാടി വരും. ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങി, എന്നാൽ ഒരു ബ്രൗൺ കളർ ആയിട്ടുമില്ല. ആ ഒരു സ്റ്റേജിൽ നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ചേർക്കുകയാണ്. അപ്പോൾ കൂർക്ക ആ വെന്ത വെള്ളത്തോടു കൂടിയാണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണ മെഴുക്കുരട്ടിയൊക്കെ വെക്കുന്നതിനേക്കാട്ടിലും നല്ലതുപോലെ കൂർക്ക വേകണം. അപ്പോഴാണ് അരപ്പുമൊക്കെ ചേർന്ന് വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് വരുന്നത്. ഒരു 3-4 വിസിലെങ്കിലും കുക്കറിൽ വേവിക്കണം. അപ്പോൾ നമ്മൾ കൂർക്ക വെന്തത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വാളംപുളിയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് അത് പിഴിഞ്ഞ് ചേർക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. കാരണം ആ പുളി നന്നായിട്ട് ആ കഷ്ണങ്ങളിലേക്ക് പിടിക്കണം. പിന്നെ നമ്മൾ ഉള്ളി ഒന്ന് വഴറ്റിയതേ ഉള്ളൂ, അതും ഒന്ന് നന്നായിട്ട് വേകണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തു. മാത്രമല്ല ആ പുളി ആ കഷ്ണങ്ങളിലേക്കെല്ലാം നന്നായിട്ട് പിടിച്ച് അത്യാവശ്യം ചാറൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അരപ്പാണ്. തേങ്ങ വറുത്തത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. അതിനുശേഷം അരപ്പ് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് തയ്യാറാക്കുന്നത് എല്ലാ തീയലിനും ഒരേ രീതിയിൽ തന്നെയാണ്. തേങ്ങ, ചുവന്നുള്ളി, കറിവേപ്പില, മുളക്, മല്ലി, ഇതാണ് പ്രധാന ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ടേസ്റ്റ് കൂടാനായിട്ട് വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം.
തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കരുത്. അത് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. ഞാൻ പക്ഷേ ഇന്നിതിൽ തേങ്ങാപ്പാലൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരുപാട് സമയം തിളപ്പിച്ച് കുറുക്കുകയൊന്നും വേണ്ട. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് നന്നായിട്ടൊന്ന് തിള വന്നു കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യും. ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളി വഴറ്റിയ സമയത്ത് ആദ്യം കടുക് താളിച്ചതിന് ശേഷമാണ് ചുവന്നുള്ളി ചേർത്തത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് കടുക് താളിക്കണ്ട. അപ്പോൾ അങ്ങനെ നമുക്ക് എണ്ണ ലാഭിക്കാം. ഏതായാലും നമ്മൾ ചുവന്നുള്ളി വഴറ്റുന്ന സമയത്ത് അത്യാവശ്യം എണ്ണ ഉപയോഗിക്കണം. അപ്പോൾ ആ കൂടെ തന്നെ കടുകും കൂടെ വറുക്കുകയാണെങ്കിൽ എണ്ണയുടെ അളവ് കുറയ്ക്കാം. ഇപ്പോൾ ചിലർക്ക് ലാസ്റ്റ് സ്റ്റേജിലൊന്ന് കടുക് വറുത്തിടുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യമേ കടുക് വറക്കണ്ട. ലാസ്റ്റ് കടുകും കുറച്ച് ചുവന്നുള്ളി വേണമെങ്കിൽ ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ച് അങ്ങനെ വേണമെങ്കിലും ഇത് തയ്യാറാക്കാം. അപ്പോൾ എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. കൂർക്ക നന്നായിട്ട് വേകാനൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.